Welcome back to Bosco Campus Vision. This is the 6th lecture of Introduction to Programming. Topic: Differences between compiler and interpreter. In the 4th lecture, we are discussing what is compiler and what is an interpreter. What is a compiler? Compilers are translators which translate all the instructions of the program into machine code. The program which is to be translated is called source program, and after translation it is called the object program. The compiler displays the list of errors and warnings for the statements violating syntax rules of the language. Compilers also have the ability of linking subroutines of the program. Then what is interpreter? Interpreter is a translator which is used to convert programs in high-level language to low-level language. The interpreter generates the object code for the source program by reading the program line by line, reports errors when detected. Interpreter directly executes the program from its source code. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സ്, അതായത് ലെക്ചർ 4-ൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. Then going to what are the difference between interpreter and compiler. First difference, in compiler performs the translation of a program as a whole. അതായത് ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ പെർഫോം സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ലേഷൻ, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കമ്പൈലർ ആണെങ്കിൽ ആ പ്രോഗ്രാം ഹോൾ പ്രോഗ്രാമിനെ ഒരുമിച്ചായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ഈസ് എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റർ ഇൻ കമ്പൈലർ. കമ്പൈലറിൻ്റെ കേസിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലായിരുന്നെങ്കിൽ എക്സിക്യൂഷൻ ഈസ് സ്ലോവർ. ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ലോ ആയിട്ടായിരിക്കും. ദെൻ തേർഡ് ഡിഫറൻസ്, ദ കമ്പൈലേഷൻ ഈസ് ഡൺ ബിഫോർ എക്സിക്യൂഷൻ. ബട്ട് ഇൻ ഇൻ്റർപ്രറ്റർ കമ്പൈലേഷൻ ആൻഡ് എക്സിക്യൂഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. കമ്പൈലറിൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, എക്സിക്യൂഷന് മുന്നേ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പൈലേഷൻ നടക്കുന്നത്. കമ്പൈലേഷൻ ഈസ് ഡൺ ബിഫോർ എക്സിക്യൂഷൻ, അതായത് എക്സിക്യൂഷൻ്റെ മുന്നേ ആയിരിക്കും കമ്പൈലേഷൻ നടക്കുന്നത്. എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഈ കമ്പൈലേഷനും എക്സിക്യൂഷനും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, നടത്തുന്നു. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഡിസ്പ്ലേ ഓൾ എറേഴ്സ് ആഫ്റ്റർ കമ്പൈലേഷൻ ഓൾ അറ്റ് ദ സെയിം ടൈം. അതായത് കമ്പൈലറിൻ്റെ കേസിൽ എറർ എന്താണ്, ഈ കഴിഞ്ഞ ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്തായിരിക്കും, ഈ എറേഴ്സ് എല്ലാം ഈ കമ്പൈലേഷന് ശേഷം ഒരുമിച്ചായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലായിട്ട് ഡിസ്പ്ലേസ് എറർ ഓഫ് ഈച്ച് ലൈൻ 1 by 1. അതായത് ഓരോ ലൈനിലെ എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കാരണം എക്സിക്യൂഷനും കമ്പൈലേഷനും ഒരേ ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതുകൊണ്ടാണ് കമ്പൈലറിൻ്റെ കേസിൽ എറേഴ്സ് എന്താണ്, ഫൈനലി മാത്രമേ എറേഴ്സ് കാണത്തുള്ളൂ. ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് എറേഴ്സ് എന്ത് ചെയ്യുന്നു, അപ്പിയർ ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, പെർഫോംസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് എ പ്രോഗ്രാം ആസ് എ ഹോൾ. ഇൻ ഇൻ്റർപ്രറ്റർ ഇറ്റ് പെർഫോംസ് സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസ്ലേഷൻ. നെക്സ്റ്റ്, എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റർ ഇൻ കമ്പൈലർ but execution is slower in interpreter. In compiler the compilation is done before execution, but in interpreter the compilation and execution takes place simultaneously. In compiler display all errors after compilation all at the same time, but in interpreter it displays errors of each line 1 by 1. In compiler debugging is hard, but in interpreter debugging is very easy. Then in compiler programming languages like C, C++ uses compilers, but in interpreter programming languages like Python, Basic and Ruby uses interpreters. അതായത് കമ്പൈലർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് സി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സി, C++ ഒക്കെ യൂസ് ചെയ്യുന്നത് കമ്പൈലേഴ്സാണ്.
ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നതാണ് പൈത്തൺ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ്, പിന്നെ ബേസിക്, റൂബി എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജസ്. These are the basic differences between the interpreter and the compiler. The main differences are: in compiler, it performs the translation of a program as a whole. In interpreter, it performs statement by statement translation. In compiler, execution is fast. Then in interpreter, execution is slower. The compilation is done before execution in compiler, and in interpreter, the compilation and execution takes place simultaneously. In compiler, display all errors after compilation all at the same time. In interpreter, displays errors of each line one by one. In compiler, debugging is very hard, and in interpreter, debugging is very easy. Then in compiler, programming languages like C, C++ uses compilers, and programming languages like Python, Basic and Ruby uses interpreters. Then what is a linking? C language provides a very large library with numerous functions. In some applications of the C, the library may be a very large file. Linker is a program that combines source code and codes from the library. Linking is a process of bringing together source program and the library code. Then what is the difference between interpreter and compiler? അതായത് നോട്ട്ബുക്കിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ.